ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ പള്ളിയിൽ വരികയുണ്ടായി. അദ്ദേഹം അരികിൽ വന്നു, വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾ അടുത്തു വരണം, ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന പലതും ജനങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചപ്പം അദ്ദേഹം ഒരല്പം സങ്കടത്തോടു കൂടി പറഞ്ഞു, 17 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. 17 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. നാട്ടിൽ വന്നിട്ട് 3 മാസമായി. ഈ 17 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കടൽ കടക്കുമ്പോൾ പൈസ ഉണ്ടാക്കണം, ജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അൽഹംദുലില്ലാ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാവാം എനിക്ക് നല്ല ജോലിയും കിട്ടി. ആദ്യത്തെ 1-2 കൊല്ലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി, തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയി, അത്യാവശ്യം നല്ല ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ആകെയുള്ള ഒരു കുഞ്ഞനെയും കൂട്ടിയിട്ട് ഗൾഫിലേക്ക് വരാൻ, എൻ്റെ അടുത്ത് താമസിക്കാൻ. പക്ഷെ അന്ന് എൻ്റെ പെണ്ണെന്നോട് തിരിച്ചു പറഞ്ഞത്, അത് വേണ്ട, ഞാനും മക്കളും നാട്ടിൽ താമസിക്കും. നമ്മളെ മക്കള് ഈ നാട്ടിലുള്ള മനുഷ്യരെ കണ്ട് ജീവിക്കട്ടെ, അവന്റെ വല്യപ്പനെയും വല്യമ്മയും ഒക്കെ കണ്ടിട്ട് ജീവിക്കട്ടെ, അവനവന്റെ മൂത്താപ്പനെയും എളാപ്പനെയും അവന്റെ ഏട്ടനെയും പെങ്ങളെയും ഒക്കെ കണ്ട് ജീവിക്കട്ടെ. അല്ലാതെ നിങ്ങൾ പറയുന്നതും കേട്ടിട്ട് ഇപ്പൊ ഗൾഫിക്ക് മക്കളെയും കൂട്ടി വന്നാൽ ആ മക്കൾക്ക് പിന്നീട് ഒരു അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഒരു പുസ്തക പുഴുക്കൾ മാത്രമായിട്ട് ജീവിക്കേണ്ടി വരും എന്നെന്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോ, എൻ്റെ 3 മക്കളുണ്ടായ സമയത്തും ഞാൻ ആ ആവശ്യം വെച്ചപ്പോ ഇതേ മറുപടി അവൾ പറഞ്ഞപ്പം അന്ന് അവളോട് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയാ, എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു അവളോട്. പക്ഷേ എന്റെ വാപ്പനെ ഇമ്മനെയൊക്കെ ഓള് കുണ്ടടക്കുന്നത് കണ്ടപ്പം ഞാൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല. എന്റെ നാട്ടിലുള്ള മറ്റൊരാളെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ അനിയന്മാര് അവര് പഠിച്ച് ജോലി ഏതോ വാങ്ങട്ടെ, അവർക്ക് വേണ്ടി ഞാൻ മെനക്കെട്ടിട്ടില്ല. ഇടയ്ക്കൊരിക്കൽ എൻ്റെ ഉമ്മ പറഞ്ഞു, അനിയനൊന്ന് ഗൾഫിക്ക് കൊണ്ടുപോകണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഈ നോക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ചു, അങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയിട്ടൊരു ത്യാഗം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമല്ലായിരുന്നു. ഞാൻ, എന്റെ കുടുംബം, എന്റെ പൈസ, എന്റെ മക്കള്, ഇത് മാത്രമായിരുന്നു ഉസ്താദേ എന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ഭാര്യ എന്നോടൊരു നിർദ്ദേശം വെച്ചു, ഞങ്ങളെ ഗൾഫിക്ക് കൊണ്ടുപോകുന്നതിന് പകരം 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നാട്ടിൽ വന്നാൽ മതി. അങ്ങനെ 6 മാസത്തിലൊരിക്കൽ നാട്ടിൽ വരും. 17 വർഷം ഞാൻ വിദേശത്ത് എൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചു. ഇക്കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. 5 നയാ പൈസ കയ്യിലില്ലാതെ 4 മാസത്തോളം ഞാൻ ഗൾഫിലൂടെ അലയേണ്ടി വന്നു. എൻ്റെ ജോലിക്ക് പകരമായി പല ജോലിയും ഞാൻ അന്വേഷിച്ചു, ഒന്നും കിട്ടുന്നില്ല. ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് തൊടുത്തിട്ട അല്ലെങ്കിൽ കൊടുത്തിട്ട് തുടങ്ങിയ പലതും എനിക്ക് നഷ്ടമായി. അവസാനം എൻ്റെ നാട്ടുകാരും കുടുംബക്കാരിലും പെട്ട ചില കുടുംബക്കാരൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ എനിക്ക് കണ്ടെത്തി തന്നു. പക്ഷേ വലിയ ശമ്പളം കിട്ടിയത് എനിക്ക് ചെറിയ ചെറിയ ജോലിയൊന്നും അത്ര സന്തോഷം തന്നില്ല. അവസാനം എന്നൊരാളും കുറ്റപ്പെടുത്താതിരുന്നപ്പോ ഞാൻ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വിമാനം കയറി. ഞാനിപ്പം നാട്ടിലെത്തിയിട്ട് 3 മാസമായി. ഒരിക്കൽ പോലും എൻ്റെ വാപ്പ എന്നോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ അനിയന്മാരെന്നോട് സംസാരിച്ചിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അരികിൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ച്, സാറല്ലടോ, ഇനിയും നല്ല ജോലിയൊക്കെ കിട്ടാൻ പടച്ചോൻ വിചാരിച്ചാൽ നടക്കൂലേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചുപോയത്. എൻ്റെ പെണ്ണെന്നെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്നേക്കാൾ എൻ്റെ മക്കൾക്ക് വേണ്ടത് വല്യപ്പയെയാ. എൻ്റെ മക്കളെപ്പോലെ സ്നേഹിക്കുന്നത് എൻ്റെ അനിയനാ. ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും കയ്യിലുള്ള ചെറിയ സിപ്പപ്പിന്റെ കവറുകൾ പോലും എൻ്റെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സിപ്പപ്പും വാങ്ങി ആഹ്ലാദത്തോടെ അവരകത്തേക്ക് കയറുമ്പോ ആ കുടുംബത്തോടൊപ്പം 3 മാസം ജീവിച്ചതിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരനോ നാട്ടുകാരനോ ജോലി നഷ്ടപ്പെട്ടു വന്നവന്റെ ഒരു നോട്ടം പോലും എൻ്റെ നേരെ നോക്കാതെ എന്നെ ആശ്വസിപ്പിക്കാനും എന്നോട് സംസാരിക്കാനും കാണിച്ച മര്യാദ കണ്ടപ്പം അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, പണത്തേക്കാൾ കുടുംബമാണ് മനുഷ്യരെ സമാധാനം. എന്ത് പണത്തെക്കാളും എനിക്ക് ആശ്വാസം നൽകുന്നത് ഇന്നെന്റെ വാപ്പയും അനിയനും ജ്യേഷ്ഠനും എനിക്ക് നൽകുന്ന പരിഗണനയാണ്. ആ പരിഗണന കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്, 17 കൊല്ലം
ഒന്നും മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധമാ. അതുകൊണ്ട് താങ്കൾ ഇനി എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും എന്റെ അനുഭവം വേണമെങ്കിൽ പറഞ്ഞോളൂ. കുടുംബമാണ് റബ്ബ് നൽകുന്ന ഏറ്റവും മനോഹരമായ ദുനിയാവിലെ അനുഗ്രഹം എന്നെന്റെ ജനങ്ങൾക്ക് താങ്കളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സഹോദരങ്ങളെ, ആ ബന്ധം ചേരുന്നതും ചേർക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച വലിയൊരു അബദ്ധം എന്താന്ന് ചോദിച്ച, നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ബന്ധങ്ങളിൽ പലതും അലോക്യത്തിൽ തന്നെയാ. ആ ബന്ധത്തിന്റെ മഹത്വം പലർക്കും തിരിച്ചറിയുന്നില്ല. 5 വക്ത് നമസ്കരിക്കാൻ കമ്പളക്കല്ല് പള്ളിയിൽ വരുന്ന ഒരു വാപ്പാക്ക് സ്വന്തം കുടുംബത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാപ്പാന്റെ നിസ്കാരം പടച്ചോന് വേണ്ടാന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ് പങ്കെടുത്തിട്ട് മകൻ കെട്ടിയ വീട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം ചോരനോടുമുള്ള കുടുംബത്തിലെ ബന്ധങ്ങൾ മനോഹരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏതേത് ഖുർആൻ ക്ലാസ്സിൽ പോയാലും അങ്ങ് കഅബാലയത്തിങ്കൽ ചെന്ന് തവാഫ് ചെയ്താലും നിങ്ങളുടെ അമലുകൾ പടച്ചോൻ സ്വീകരിക്കുന്നു പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ബന്ധങ്ങൾ തകർക്കുന്നവരെ ഒരു കാലഘട്ടത്തിലും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചതും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ വിശ്വാസിയാണെങ്കിൽ ഫൽയുക്രിം വൈഫഹു, അവന്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ. വീണ്ടും പറഞ്ഞു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യദിനത്തിലും റബ്ബിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ. അപ്പം പരലോകത്തും ദുനിയാവിലും വിശ്വസിക്കുന്നവർ, മരണാനന്തര ലോകത്തും റബ്ബിലും വിശ്വസിക്കുന്നവർ, അവരെ വിശ്വാസത്തിന്റെ ഒരു ക്വാളിറ്റിയാ ബന്ധം ചേരൽ, കുടുംബം ചേർക്കൽ, ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കൽ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പം സമാധാനത്തോടുകൂടി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച് 5 വക്ത് നിസ്കാരത്തിന്റെ നെറ്റിത്താഴത്തിലെ കറുത്ത തഴമ്പുമായിട്ട് പടച്ചോനെ കാണാൻ ചെന്നാ മതി എന്നല്ല. ഉള്ളതെല്ലാം വിറ്റുപറുക്കി 80,000 മുടക്കി നാട്ടിലുള്ള ഒരു അമീറിന്റെ കൂടെ കഅബ തവാഫ് ചെയ്ത് ഉംറ ചെയ്ത് മൊട്ടയടിച്ച് വന്നാ മതി എന്നല്ല. മറിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി കയറാൻ സാധിക്കണമെങ്കിൽ യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം, നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കണമെന്ന് പഠിപ്പിച്ചതോടൊപ്പം വസിലുർ റഹീം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നും, തീർച്ചയായും അങ്ങനെ ചേർക്കുന്നവർക്ക് തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി പടച്ചോന്റെ സ്വർഗത്ത് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹബീബുന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ബന്ധങ്ങളും പതനത്തിലാ. നെഞ്ചത്ത് കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ. നിരവധി ബന്ധങ്ങൾ പതനത്തിലാ, അന്ധകാരത്തിലാ. ഒന്ന് നന്നാക്കാൻ പോലും ഒരു ചെറിയ ശ്രമം നടക്കാത്ത നിരവധി ബന്ധാലോക്യങ്ങൾ ഇന്ന് മുസ്ലിം കുടുംബത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാ. പരസ്പരം പകയുമായി ജീവിക്കുന്നവർ, അന്യന്റെ പതനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കൊല വിളിക്കുന്നവർ. കേട്ടില്ലേ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച വാപ്പാനെ കബറിലടക്കി തിരിച്ചു വന്ന് 18ാമത്തെ ദിവസം വാപ്പാന്റെ മുതൽ വീതിച്ചപ്പോ വീതം വെച്ച് കിട്ടിയ പറമ്പിലൂടെ ജ്യേഷ്ഠനൊന്നും നടന്നുപോയതിന്റെ പേരിൽ പകമൂത്ത അനിയൻ കരിങ്കല്ല് കൊണ്ട് വലിച്ചെറിയുകയും ഏട്ടന്റെ തലപൊട്ടി ചോരയൊലിക്കുന്നത് കണ്ട് അത് കാർണോരെ അടവാന്നും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് തിരിച്ചു വന്നത് കാർണോരുടെ മയ്യത്തിന്റെ അടിയിൽ നിന്നാണെങ്കിൽ പകയാ മനുഷ്യരെ പലർക്കും ഉള്ളിൽ. പല ബന്ധങ്ങളും അലോക്യത്തില. മരിച്ചാലും തീരാത്ത പകയും മനസ്സുകൊണ്ട് നടക്കുന്നവര് അതങ്ങനെ കെട്ടെ. അതുകൊണ്ടാണല്ലോ ചിലർ കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പം ചിലരോട് പറയും, ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത്. എന്തൊക്കെ ഒരു വർത്താനങ്ങളായത്. ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്ത് കാണാൻ ഈ വരണ്ട. കുടുംബക്കാരോടും മക്കളോടും വാപ്പാര് കൊടുക്കുന്ന ഉപദേശങ്ങളാ. വാശി കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരില്ലേ? ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ളിൽ പകയും വെറുപ്പും ദേഷ്യവും കൊണ്ടു നടക്കുന്നവരില്ലേ? മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ. എന്തിന്? നേർക്ക് നേരെ നടന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ പോലും തലകുനിച്ച് കാർക്കിച്ചു തുപ്പി തിരിഞ്ഞു നടക്കുന്നവര് മുസ്ലിം കുടുംബങ്ങളിലില്ലേ, കൂട്ടത്തിലില്ലേ? 5 വക്ത് നമസ്കരിക്കുന്ന മുസൽമാൻ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകാനുള്ളവരാണെന്ന് 100% ബോധ്യപ്പെട്ട മുസൽമാൻ എത്ര കുടുംബങ്ങളാ ആയുസ്സിൽ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ മുറിയൽ കണ്ടിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ ഭർത്താവിനോട് ചേർന്ന് നിന്ന്
ഇക്ക, നാളെ പടച്ചോന്റെ ഖബറിൽ നിങ്ങൾ ഒറ്റക്കാണ്, കൂട്ടിന് ഞാൻ പോലും ഉണ്ടാവൂല. അതുകൊണ്ട് കാരണവരുമായിട്ടൊന്ന് നന്നാവണം, പെങ്ങളുമായിട്ടൊന്ന് നന്നാവണം, മോളെ കെട്ടിയ വീട്ടുകാരുമായിട്ടൊന്ന് നന്നാവണം, മോൻ കെട്ടിയ വീട്ടുകാരിയായിട്ടൊന്ന് നന്നാവണം പറഞ്ഞിട്ടുണ്ടോ ഉമ്മാരെ ഏതെങ്കിലും ഭർത്താക്കന്മാരോട്? എത്രയെത്ര ബന്ധങ്ങളാ ഇന്ന് അലോക്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിലര് ജാഹിലിയത്ത് തന്നെയാ. അങ്ങനെയാ കുടുംബത്തിലെ ചില ആളുകൾക്ക് ജാഹിലിയത്തൊന്ന് മനസ്സൊന്നു പോകാത്തവരുണ്ട്. എന്താ ജാഹിലിയത്ത്? അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവളുടെ മകനെ എന്നൊന്ന് വിളിച്ചു. ഒരു വർഗവെറി, ഒരു വർണ്ണവെറി. കറുത്തവളുടെ മകനെ എന്ന് കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ വിളി കേട്ടപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഒന്ന് തൊടുത്തു, കണ്ണ് നിറഞ്ഞു. പക്ഷെ തിരിച്ചു വിളിച്ചില്ല. വിളിച്ചുപോയ അബൂദറിന് കാര്യം ബോധ്യപ്പെട്ടു. ഇതേപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു അടിമയെ ശകാരിക്കുന്നത് കണ്ടപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അബൂദറേ, താങ്കളെ മനസ്സിന്ന് ജാഹിലിയത്ത് പോയിട്ടില്ലല്ലേ? തറവാടിന്റെ പോരിശയും കുടുംബത്തിന്റെ പവറും പറഞ്ഞ് താങ്കൾ ജനങ്ങളെ വേർതിരിച്ച് കാണുകയല്ലേ? ഇന്നങ്ങനുണ്ട് കുടുംബത്തില്. ചിലർക്ക് സംസാരിക്കണേ, ചില തറവാട്ടുകാരെന്നെ വേണം. അത്യാവശ്യം കല്യാണ രംഗത്തൊക്കെ തറവാടിന്റെ പോരിശ അങ്ങോട്ട് ഒത്തു വന്നിട്ടില്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് തുടങ്ങും ആ വേർതിരിവ് കാണിക്കാൻ. എല്ലാ മുസ്ലിമീങ്ങളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ചില മക്കളെ കെട്ടിക്കൊണ്ടോയ വീട്ടിലേക്കൊക്കെ ചില വാപ്പാർക്ക് ചെന്ന് സംസാരിക്കണേ, ഓച്ചാഞ്ച് നിൽക്കണം. പല കുടുംബത്തിലുള്ള സ്വഭാവങ്ങളാ. അത്യാവശ്യം മോളെ കെട്ടിയ പെരക്കാർക്ക് കുറച്ച് പൈസ കൂടിപ്പോയി. പെണ്ണ് കാണാൻ വരുമ്പോ പറഞ്ഞത് എന്താ? ഞാളൊന്നും നോക്കുന്നില്ല. പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ എന്താ? പൈസ ഞങ്ങൾ വാങ്ങലെന്നല്ല, സ്ത്രീധനം ഞങ്ങൾക്കെതിരാ. പക്ഷെ കയറി വരുന്ന മോൻ കെട്ടിയ വീട്ടുകാരുടെ മുൻപിൽ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിച്ച് ക്ഷണത്തിൽ പോലും പുഞ്ചിരിയിൽ പോലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. ബന്ധം രണ്ട് കോലത്തിൽ പ്രകടിപ്പിക്കുന്നവര് ഇതാണിലുണ്ട്, പെണ്ണിലുണ്ട്, കുടുംബക്കാരിലുണ്ട്. അതുകൊണ്ടാണല്ലോ ജാഹിലിയത്ത് മനസ്സിലുള്ളവരാ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിക്കുക, അവനാന്റെ വലുപ്പം കാണിക്കുക. എന്ന് ചിലർക്ക് ബന്ധം മുറിയാനുള്ള കാരണത ഒരു കിബിർ, ഒരു വല്ലാത്തൊരു അഹങ്കാരം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്കുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതാറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഒരേ രക്തമുള്ള മനുഷ്യ, ഒരേ അടിമയായ മനുഷ്യ, ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടിയായ മനുഷ്യ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ. പണമുള്ളവന് ഒരു വാപ്പയേയുള്ളൂ, പണമില്ലാത്തവർക്കും ഒരു വാപ്പയേയുള്ളൂ, സൗന്ദര്യമുള്ളവൾക്കും ഒരു ഉമ്മയേയുള്ളൂ, കറുത്തവൾക്കും ഒരു ഉമ്മയേയുള്ളൂ. രണ്ട് വാപ്പയും രണ്ടുമ്മയും ലോകത്തൊരാണിനും പെണ്ണിനും പടച്ച റബ്ബ് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാലോചിച്ചു നോക്കിങ്ങള്. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ എന്ന ഉമ്മയാ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മ ഫാത്തിമ ഉമ്മ, അബൂ ത്വാലിബിന്റെ ഭാര്യ. ആ അബൂ ത്വാലിബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനെ 6-ാം വയസ്സിൽ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഒരു മകനെ പോലെ ഇടക്കിടക്കല്ല പല സമയത്തും ഫാത്തിമ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനെ പരിചരിക്കും. റസൂലുള്ളാഹിനെ അവര് നോക്കും, ഭക്ഷണം കൊടുക്കും. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഫാത്തിമ ഉമ്മ മരിക്കുന്ന അന്ന് സംഭവിച്ച ചില കാഴ്ചകൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ ഉമ്മ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാന്റെ മയ്യത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോവുക. സ്വന്തം ഉമ്മ മരിച്ചപ്പോ റസൂലുള്ളാഹിക്ക് 6 വയസ്സേ ഉള്ളൂ. പക്ഷെ ഫാത്തിമ ഉമ്മ മരിച്ചപ്പം റസൂലുള്ളാഹിക്ക് നല്ല മെയ്ക്കരുത്തുണ്ട്. ആ മയ്യത്തും എടുത്ത് റസൂലുള്ളാഹ് മയ്യത്തിന്റെ കട്ടിലിന്റെ ഒരു ഓരം പിടിച്ച്, ഈത്തപ്പനയുടെ ഒരു ഭാഗം പിടിച്ച് അങ്ങനെ മയ്യത്തിനെ മറമാടാൻ വേണ്ടി കബറിന്റെ അരികിലെത്തി. ആ കബറിലേക്കൊന്ന് ഇറങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കബറിന്റെ 4 ഭാഗവും കൈകൊണ്ട് പതുക്കങ്ങനെ തൊട്ടുന്ന. കബറിന്റെ 4 ഭാഗവും പതുക്കങ്ങനെ കൈകൊണ്ട് തൊട്ടിട്ട് ആ കബറിലെ 4 ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കബറേ, ഇങ്ങിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ, കബറേ, ഇങ്ങിന്റെ ഉമ്മാനെ കരയിപ്പിക്കരുതിട്ടോ. എന്നിട്ട് മുകളിലേക്ക് കയറി ആ ഉമ്മാക്കുള്ള യാത്രയപ്പ് പ്രാർത്ഥന ചൊല്ലി ആ ഉമ്മാനെ 6 അടി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് യാത്രയാക്കുമ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ആ ഉമ്മാനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ താരാട്ടുപാടി ഉറക്കുന്നതിന്റെ മുൻപ് എന്നെ ഫാത്തിമ ഉമ്മ താരാട്ട് പാട്ടി ഉറക്കിയിട്ടുണ്ട്.
അലിയെ പരിഗണിക്കുന്നതിൻ്റെ മുൻപേ ആ മടിയിൽ എൻ്റെ തല വെച്ച് ഫാത്തിമ ഉമ്മ എനിക്ക് കഥകൾ ചൊല്ലി തന്നിട്ടുണ്ട്. ആ ഉമ്മ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെ ആയിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറയുമ്പം, നോക്കൂ മനുഷ്യരെ, നിങ്ങൾ ഒരു രക്തബന്ധവുമില്ല, എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിൻ്റെ ഒരു സ്ഥാനം, ബന്ധങ്ങളെ ഒരു മഹത്വം,